ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് മാങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഐസ്ക്രീമിന് നമുക്ക് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. ഇതിൽ നമ്മൾ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. എന്നാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമുക്ക് പാലിൽ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കുക. ഫുൾ ക്രീം മിൽക്ക് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഐസ്ക്രീമൊക്കെ ചെയ്യുന്ന സമയത്ത്. ഇനി പാൽ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം മുന്നിട്ട് നിൽക്കണം, അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മധുരം കുറയും. അപ്പോൾ അതനുസരിച്ച് മധുരം കുറച്ച് കൂട്ടിയിടുക കേട്ടോ. ഇനി പാലും പഞ്ചസാരയും കൂടെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം നമുക്ക് ഗോതമ്പ് പൊടിയുടെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുത്ത ശേഷം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേ ആ ഗോതമ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടുള്ളൂ. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് കട്ടിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇതുപോലെയാണുള്ളത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ്. ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള നല്ല കളറുള്ള മധുരമുള്ള മാങ്ങ എടുക്കുക. അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഈ മാങ്ങ കുറച്ച് നേരം ഇതുപോലെ അരിഞ്ഞിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടിയും പാലിൻ്റെ മിക്സും തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചെടുത്തിട്ടുള്ള മാങ്ങയാണ് അടിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ല ക്രീമി ആയിട്ട് കിട്ടും നമ്മുടെ ഐസ്ക്രീം. മാങ്ങ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം മാങ്ങയ്ക്ക് ഇവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല കളറുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാലിൻ്റെ മിക്സ് ഇപ്പം നന്നായി തണുത്തിട്ടുള്ളതാണ്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട് കേട്ടോ നേരത്തേനേക്കാളും. അപ്പോൾ പാലിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. അപ്പോൾ ഇത് വളരെ ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് നമ്മുടെ ഐസ്ക്രീമിന്. അപ്പോൾ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചതാണെങ്കിലും ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അത് അതുപോലെയാണുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. മാങ്ങയുടെ ആ കളർ കൊണ്ട് തന്നെ നല്ല കളറുണ്ട് നമ്മുടെ ഐസ്ക്രീമിന്. ഇനി നമുക്കിത് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആദ്യം ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഒന്നുകൂടി എടുത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് ഒരു 1-2 മണിക്കൂർ ആകുമ്പോൾ നമുക്കിത് എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ അത് ചെറുതായിട്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മൾ ഐസ്ക്രീമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും 1-2 വട്ടം അടിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ഒന്നുകൂടെ അടിച്ചിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് നമുക്കിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വ്രാപ്പോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മളൊരു 6 മുതൽ 8 മണിക്കൂർ വരെ, അല്ലെങ്കിൽ രാത്രി മൊത്തം വെക്കുന്നതാണ് അത്രയും നല്ലത്. ഇപ്പം ഞാൻ രാത്രി ഫുൾ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഐസ്ക്രീം നന്നായി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഒരു സ്കൂപ്പർ വെച്ചിട്ടോ അതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്കിതുപോലെ എടുക്കാവുന്നതാണ്. ഇതാ നല്ല നാച്ചുറലായിട്ടുള്ള നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറും അതുപോലെ തന്നെ മാങ്ങയുടെ നല്ല ടേസ്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ മാങ്ങയൊക്കെ എന്തായാലും കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്